ഒരാളുടെ ഈമാൻ പൂർത്തിയാകണോ, അയാൾ സകാത്ത് കൊടുക്കാൻ അവകാശിയാണെങ്കിൽ അയാൾ സകാത്ത് കൊടുത്തിരിക്കണമല്ല എങ്കിൽ അയാളുടെ ഈമാൻ പോലും പൂർണ്ണമാകില്ല എന്നാണ് ആലിമീങ്ങൾ ചർച്ച ചെയ്യുന്നത്. അയാളുടെ ഇസ്ലാം പൂർണ്ണമാവില്ല. നോക്ക് നിങ്ങൾ, ഹബീബായി നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന അറാബിയന്നത നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ദിവസം അതാ ഒരു അറാബി അല്ലാഹുവിന്റെ ഹബീബിന്റെ സദസ്സിലേക്ക് കയറി വരുന്നു. ഒരു കാട്ടറിയാണ് കയറി വന്നുകൊണ്ട് പറഞ്ഞു, ഫഖാല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ. മദീന മുനവ്വറയിൽ നടന്ന ആ സംഭവം മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു തരികയാണ് നമുക്ക്. അല്ലാഹു ആ മഹാന്, അല്ലാഹു സ്ഥാനമാനങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഇസ്ലാമിന് ലോകത്തിന് പഠിക്കാനുള്ള ഒട്ടേറെ സംഗതികൾ പറഞ്ഞു തന്നത് ഈ മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മഹാനവർകൾ പറയാം, ഒരു ദിവസം റസൂലുള്ളാഹിന്റെ അടുത്ത് ഞാൻ ഇരിക്കുമ്പോൾ ഒരാൾ കയറി വരുന്നു റസൂലുള്ളാഹിന്റെ സദസ്സിലേക്ക്. അയാൾ വന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുകയാണ് ഇങ്ങനെ, ദുല്ലനി അലാ അമലിൻ ഇദാ അനിൽതുഹു ദഖൽതുൽ ജന്ന. അല്ലാഹുവിന്റെ ഹബീബേ, സ്വർഗത്തിൽ കടക്കാൻ എനിക്ക് വല്ലാത്ത ഭൂതിയാണ്, വല്ലാത്ത ആഗ്രഹമാണ് യാ റസൂലല്ലാഹ്. ദുല്ലനി അലാ അമലിൻ, അതുകൊണ്ട് എനിക്കൊരു അമൽ പറഞ്ഞു തരണേ. ഇദാ അമിൽതുഹു ദഖൽതുൽ ജന്ന. ആ അമൽ ഞാൻ ചെയ്താൽ, ആ പ്രവർത്തനം ഞാൻ ചെയ്താൽ എനിക്ക് സ്വർഗം ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു അമൽ എനിക്ക് പറഞ്ഞു തരണേ. ശ്രദ്ധിക്കണം, നമ്മളൊക്കെ അത് ആഗ്രഹിക്കണമല്ലേ? 5 നേരവും പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ ഓടിച്ചെന്ന് തിരക്കുകൾക്കിടയിൽ നിസ്കരിക്കുന്നതും പഠിച്ചോനെ എങ്ങനെയെങ്കിലും ആഖിറത്തിലൊന്ന് രക്ഷപ്പെടണമെന്ന് കരുതിയല്ലേ. ഈ അറാബിയുടെയും മോഹം അത് തന്നെയാണ്. ഹബീബായ നബിയേ, എനിക്കൊരമലങ്ങ് പറഞ്ഞു തരണം യാ റസൂലല്ലാഹ്. അത് ചെയ്താൽ എനിക്ക് നേരെ സ്വർഗത്തിലേക്ക് കയറി പോകാൻ കഴിയും. അങ്ങനെ ഒരു അമൽ എനിക്ക് പറഞ്ഞു തരുമോ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി? ഇയാള് മഹാവളവനാ. ഇയാൾ പറഞ്ഞെന്താ? ഒരമല് പറഞ്ഞു തന്നു, അത് ചെയ്താൽ എനിക്ക് സ്വർഗം കിട്ടും, അത് ചെയ്താൽ എനിക്ക് സ്വർഗം കിട്ടും. അല്ലാണ്ട് റസൂൽ കൊടുത്ത മറുപടി എന്താ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, തഅബുദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ. അങ്ങനെ ഒറ്റൊന്നുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല. തഅബുദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ. നീ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, റബ്ബിനോടൊന്നിനെയും പങ്കു ചേർക്കരുത്. ഈമാൻ ശരിയാക്കണം. 1 നിർബന്ധമായ നിസ്കാരം ഒന്നൊഴിയാതെ നീ നിസ്കരിക്കണം. നിന്റെ മേൽ നിർബന്ധമായ സകാത്ത് നീ കൊടുത്തു വിട്ടുക തന്നെ ചെയ്യണം. വേണമൽ മഫ്റൂള. റമദാൻ മാസത്തിൽ നോമ്പ് നീ നോൽക്കുകയും ചെയ്യണം. റസൂലുള്ളാഹി സ്വഹാബിയോട് പറഞ്ഞു, എന്തേ ഹജ്ജ് പറയാതിരുന്ന്? റസൂലുള്ളാഹിക്ക് മനസ്സിലായിട്ടുണ്ടാവും അയാള് ഹജ്ജിന് മാത്രം ചിലപ്പം ഉള്ള അവസ്ഥയിലാവൂല അയാൾ ഉള്ളത് എന്ന് ചിലപ്പോൾ റസൂലുള്ളാഹിക്ക് മനസ്സിലായത് കൊണ്ടാവാം. അല്ലാഹുവിന്റെ ഹബീബി 4 കാര്യങ്ങൾ എണ്ണി കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നീ ചെയ്താൽ നിന്റെ മേൽ ബാധ്യതായി 4 കാര്യവും നീ ചെയ്താൽ നിനക്ക് സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാം. ഉടനെ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ, ഖാല, ഈ വന്ന കാട്ടറബി ഉണ്ടല്ലോ അറാബി, അയാൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, നബിയേ, ഇത് മാത്രം ചെയ്താൽ മതിയെന്ന് വെച്ചു. ഒന്നും അധികം ചെയ്യണ്ടേ? വേണമെന്നില്ല. ഈ ചെയ്യുന്നത് നീ കൃത്യമായങ്ങ് ചെയ്താൽ മതി. വല്ലദീ നഫ്സീ ബിയദിഹി. അറാബി പറയുകയാണ്, നബിയേ, എന്റെ ശരീരം ആരുടെ കയ്യിലാണോ ആ റബ്ബിനെ തന്നെയാണ് സത്യം. ലാ അസീദു അലാ ഹാദാ ശൈആ. അങ്ങീ പറഞ്ഞ 4 കാര്യമല്ലാതെ ഒരു കാര്യം പോലും ഞാൻ അധികം ചെയ്യില്ല നബിയേ. ലാ അസീദു അലാ ഹാദാ. ഞാൻ നിർബന്ധമായ നിസ്കാരം കൃത്യമായി നിർവഹിക്കും, നോമ്പ് ഞാൻ കൃത്യമായി നോൽക്കും നബിയേ, സകാത്ത് ഞാൻ കൊടുക്കുകയും ചെയ്യും. ലാ അസീദു അലാ ഹാദാ. ഇതിനപ്പുറം ഞാൻ ഒന്നും ചെയ്യില്ല നബിയേ. വലാ അൻഖുസു മിൻഹു. ഈ പറഞ്ഞതിൽ നിന്നൊന്നും ഞാൻ കുറവ് വരുത്തുകയും ചെയ്യുകയില്ല എന്നയാൾ പറഞ്ഞു. റസൂലുള്ള പറഞ്ഞു, മദീന നിങ്ങൾ തിരിച്ചു പോയിക്കോളോ. അയാൾ തിരിച്ചങ്ങ് നടക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് തന്റെ ചുറ്റുപാട്
ഭാഗത്തുമുള്ള സ്വഹാബികളോട് പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഫലമ്മാ വല്ലാ, ഇയാൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബി പറയുകയാണ് സ്വഹാബികളോട്, സഹാബാ മൻ സറഹു അൻ യൻദുറ ഇലാ റജുലിൻ മിൻ അഹ്ലിൽ ജന്ന, ആർക്കെങ്കിലും സ്വർഗ്ഗത്തിലുള്ള ഒരാളെ ഭൂമിയിൽ വെച്ച് കാണണമെന്ന ആഗ്രഹമുണ്ടോ? സ്വർഗ്ഗക്കാരനായ ഒരാളെ ഭൂമിയിൽ വെച്ച് കാണണമെന്ന ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? ഫൽയൻദുർ ഇലാ ഹാദർ റജുൽ ഫൽ മിൻ അഹ്ലിൽ ജന്ന ഫൽയൻദുർ ഇലാ ഹാദാ, എന്നാൽ ആ പോണ മനുഷ്യനെ കണ്ടാലോ അയാൾ സ്വർഗ്ഗത്തിന്റെ ആളാണെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. ഇവിടെ നിസ്കാരം മാത്രമല്ല, സക്കാത്ത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. സക്കാത്ത് എടുത്തു ഈ വിഷയം മനസ്സിലാക്കേണ്ടതാണോ? അനിവാര്യമാണ്, പഠിക്കേണ്ടേ. നമ്മൾ കൊടുക്കേണ്ടവനാണോ? കൊടുത്തില്ലേ കരഞ്ഞ് ദുആ ചെയ്തിട്ടൊരു കാര്യമില്ല, ഒരു ഫലവും ഉണ്ടാവുകയില്ല. അല്ലാഹുവേ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. നമ്മുടെ നോമ്പ് കൊണ്ട് ഫലമുണ്ടാവില്ല, നിസ്കാരം കൊണ്ട് ഫലമുണ്ടാവില്ല. സക്കാത്ത് കൊടുക്കാൻ ബാക്കിയാ. വലിയ കച്ചവടക്കാരനാ, ബാംഗ്ലൂരിലാണ്, കണ്ണൂരിന്റെ ടൗണിലാണ്. ഇത്ര കാലം സക്കാത്ത് അയാൾ കൊടുത്തിട്ടില്ല. ഹജ്ജിന് പോയതാണ്. നീ പോകുന്നതിന് മുമ്പേ നിന്റെ ഹജ്ജ് അറബിക്കടലിലേക്ക് കുഴിഞ്ഞു വീണിട്ടുണ്ട്. നിന്റെ ഹജ്ജ് നിനക്ക് അല്ലാഹു ഹജ്ജ് സ്വീകരിക്കില്ല. സക്കാത്ത് ബാക്കിയാണോ? ഹജ്ജ് അല്ലാഹു കബൂൽ ചെയ്യില്ല. നിസ്കാരം അല്ലാഹു കബൂൽ ചെയ്യില്ല. നോമ്പ് അല്ലാഹു കബൂൽ ചെയ്യില്ല. വളരെ ഗൗരവമായ വിഷയമാണിത്. ആരാത് പറഞ്ഞു തരുന്നത്? ഇതൊക്കെ പറയാനും നമ്മളെ പഠിപ്പിക്കാനും അയച്ചു തന്ന ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും വലിയൊരു അപകടം എന്താ? ഏറ്റവും വലിയ ഒരു അപകടം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇസ്ലാം തന്നെ പൊളിഞ്ഞു പോകും സക്കാത്ത് ഒരാൾ കൊടുക്കാതിരുന്നാൽ. രണ്ട്, നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്വർഗം കണി കാണാൻ പോലും കഴിയില്ല. ഇതൊക്കെ ഞാൻ പറയുന്നത് ഉഖ്റവിയായ ലോകത്തെ നാശങ്ങളാണ്. പറയാം, ഉഖ്റവിയായ ലോകത്തേക്കുള്ള മറ്റൊരു നാശമെന്താ? അതിനു മുമ്പ് ഞാൻ പറഞ്ഞോട്ടെ, ഭൂമിയിൽ ചെറിയ ചെറിയ എന്ന് പറഞ്ഞാൽ പോരാ, വലിയ വലിയ അപകടങ്ങൾ തന്നെ സകാത്ത് നിഷേധിക്കുന്നത് മുഖേന ഉണ്ടാകുന്നുണ്ട്.